Hi everybody, VAC, Value Added Courses, University of Calicut. Paper name is Forming Literary and Cultural Narratives. So in this paper, today we are going to discuss the chapter Telephone Conversation by Wole Soyinka. So telephone conversation, it's clear that this is a beautiful poem written by Wole Soyinka, a notable Nigerian writer. Wole Soyinka is a notable Nigerian writer, and most commonly his writings were about color segregation, racism, and such a kind of protest. So definitely here also, in this poem also, we can see such kind of elements. ഈ കവിതയും കളർ സെഗ്രിഗേഷൻ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. നമുക്കറിയാം സെഗ്രിഗേഷൻ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ പല രീതിയിലും പല മേഖലകളിലും ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. അത് നിറത്തിൻ്റെ പേരിലുണ്ട്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ്റെ പേരിൽ, ജെൻഡറിൻ്റെ പേരിൽ, ഇപ്പോൾ പല രീതിയിലും ഡിസ്ക്രിമിനേഷൻ സമൂഹത്തിൽ ഉണ്ടാവാറുണ്ട്. ഇവിടെ കളർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ അതുമായി ബന്ധപ്പെട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു കവിതയിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ പേരിൽ പറയുന്നത് പോലെ തന്നെ ടെലിഫോൺ കോൺവെർസേഷൻ, ഈ കവിത എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കോൺവെർസേഷനാണ്, ഒരു ടെലിഫോൺ കോൺവെർസേഷനാണ്. ഏറ്റവും ചുരുക്കത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഒരു ആഫ്രിക്കൻ, ഒരു നൈജീരിയൻ മാൻ, അദ്ദേഹം ഒരു കറുത്തവർഗ്ഗക്കാരനായുള്ള മനുഷ്യൻ, അദ്ദേഹം ഫോൺ ചെയ്യുകയാണ്, ടെലിഫോൺ ബൂത്തിൽ നിന്ന് ഫോൺ ചെയ്യുകയാണ്. ഫോൺ ചെയ്യുന്നത് റൂം, അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റ്, വാടകയ്ക്ക് ഒരു അപ്പാർട്ട്മെൻറ്റ് ഉണ്ട് അല്ലെങ്കിൽ റൂം ഉണ്ട് എന്ന് പത്രത്തിൽ പരസ്യം കണ്ടിട്ട് അദ്ദേഹം കോൾ ചെയ്യുകയാണ് ആ റൂമിന് വേണ്ടിയിട്ട്. ബട്ട് അദ്ദേഹത്തിൻ്റെ നിറം ബ്ലാക്ക് ആയതുകൊണ്ട് അപ്പുറത്ത് ഫോൺ എടുത്ത വൈറ്റ് ലാൻഡ് ലേഡി അവർ ഈ റൂം കൊടുക്കുന്നതിൽ അവർക്കൊരു അസൗകര്യം. അവർ ചോദിക്കുകയാണ്, നിങ്ങൾ കറുത്തിട്ട് തന്നെയാണോ, എത്ര കറുത്തിട്ടാണ്, ലൈറ്റ് ഡാർക്കാണോ അതോ നല്ല കറുത്തിട്ടാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അപമാനിക്കുന്ന രീതിയിലുള്ള കുറേ വാക്കുകൾ ആ വൈറ്റ് ലാൻഡ് ലേഡിയുടെ അടുത്ത് നിന്നും കേൾക്കേണ്ടി വരുന്ന സമയത്ത് ഈ ഇദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ, ഇദ്ദേഹത്തിൻ്റെ ആ ഒരു മെൻ്റൽ സ്റ്റേറ്റ്, ഇദ്ദേഹം തിരിച്ചു പറയുന്ന കുറച്ച് കാര്യങ്ങൾ, അതൊക്കെയാണ് ഈ കവിതയിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ നൗ ഫസ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് ദ പോം ടെലിഫോൺ കോൺവെർസേഷൻ. സോ എന്തൊക്കെയാണ് ഈ ഒരു കവിതയിൽ പറഞ്ഞു വയ്ക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. Telephone Conversation by Wole Soyinka is a thought-provoking poem. എന്താണ് ഈ തോട്ട് പ്രൊവോക്കിംഗ് പോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിന്തയൊക്കെ ഉണർത്തുന്ന രീതിയിലുള്ള കവിതയാണ്. That explores the themes of racism, prejudice and societal expectation. So racism, prejudices, societal expectation തുടങ്ങിയവയൊക്കെ തീമായിട്ട് വെച്ചിട്ടുള്ള ഒരു കവിതയാണ് Telephone Conversation. The poem revolves around a telephone conversation between a black African man and a white landlady discussing renting an apartment. സോ ഈ ടൈറ്റിലിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ടെലിഫോൺ കോൺവെർസേഷനാണ് ഈ കവിതയിൽ നടക്കുന്നത്. സോ ഒരു സൈഡിൽ ആഫ്രിക്കൻ മാനാണ്, മറുവശത്ത് ഒരു വൈറ്റ് ലാൻഡ് ലേഡിയാണ്. അപ്പോൾ അവരുടെ കോൺവെർസേഷൻ എന്ന് പറയുന്നത്, ഈ ആഫ്രിക്കൻ മാൻ കോൾ ചെയ്യുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റ്, അത് വാടകയ്ക്ക് കിട്ടുമോ എന്നറിയാൻ പത്രത്തിലൊരു പരസ്യം കണ്ടിട്ട് അങ്ങനെയാണ് അദ്ദേഹം കോൺടാക്റ്റ് ചെയ്യുന്നത്. Telephone conversation, as the title suggests, is a conversation over the telephone. നേരത്തെ പറഞ്ഞത് തന്നെ, it is between a black man seeking a room for rent and a white landlady who had advertised such an offer. സോ ഈ ഒരു വൈറ്റ് ലാൻഡ് ലേഡി അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് പത്രത്തിൽ. സോ ആ അഡ്വർടൈസ്മെൻറ്റ് വായിച്ചറിഞ്ഞിട്ടാണ് ഈ ഒരു മനുഷ്യൻ ഈ പറയുന്ന റൂമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് വാടകയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കോൾ ചെയ്യുന്നത്. Over the conversation, the hypocritical nature of the landlady as a racist is brought to light. അപ്പോൾ ഈ ഒരു കോൺവെർസേഷനിൽ ഈ വൈറ്റ് ലാൻഡ് ലേഡിയുടെ ഹിപ്പോക്രിറ്റിക്കൽ നേച്ചർ എന്ന് പറയുന്നത്, ഹിപ്പോക്രൈറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഉള്ളിലൊന്ന് പുറമെ മറ്റൊന്ന്, അതായത് ഡബിൾ ഫേസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനാണ് ഹിപ്പോക്രിറ്റിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ലാൻഡ് ലേഡിയുടെ ഒരു ഹിപ്പോക്രിറ്റിക്കൽ നേച്ചർ വെളിച്ചത്ത് വരികയാണ്. അതായത് പുറമേ അവർ റേസിസം അതല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഒരു കറുത്ത വർഗ്ഗക്കാരൻ റൂമിന് വേണ്ടിയിട്ട് വിളിക്കുന്ന സമയത്ത് അയാളുടെ സ്കിന്നിൻ്റെ കളർ അത് എത്രത്തോളം ഡാർക്കാണ്, എത്രത്തോളം ലൈറ്റാണ് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിന് അറിയേണ്ടത് ഈ ഒരു വൈറ്റ് ലാൻഡ് ലേഡി അയാളുടെ മനസ്സിൽ റേസിസം അത് പേര് പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. An African man is looking for a room to rent and he finds an advertisement in a newspaper. സോ ഈ ഒരു ആഫ്രിക്കൻ മാൻ ഈ ഒരു കാര്യം, റൂം അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് വാടകയ്ക്കുണ്ട് എന്ന് അറിയുന്നത് ഒരു അഡ്വർടൈസ്മെൻറ്റിലൂടെയാണ്, ന്യൂസ് പേപ്പറിൽ അതിലൂടെയാണ്. The ad says that
ദർ ഈസ് നോ പ്രോബ്ലം വിത്ത് റേസ്. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ റേഷ്യൽ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് ആ ന്യൂസ് പേപ്പർ ഉള്ളത്, ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഉള്ളത്. ആർക്ക് വേണമെങ്കിലും റൂമിന് സമീപിക്കാം. വൈറ്റ് ഓർ ബ്ലാക്ക്, അപ്പോൾ അവിടെ വൈറ്റ് ആണോ ബ്ലാക്ക് ആണോ അതൊരു കൺസേണേ അല്ല എന്നൊക്കെയാണ് ആഡിൽ ഉള്ളത്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഇദ്ദേഹം വിളിക്കുന്നത്. ആസ് ദ മാൻ ഹാഡ് ബിറ്റർ എക്സ്പീരിയൻസസ് വിത്ത് സച്ച് ആഡ്സ് ഏർലിയർ. അപ്പോൾ ഇയാൾക്ക് ഇതിന് മുമ്പ് ഇതുപോലത്തെ അനുഭവം, ഈ ബിറ്റർ എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത് കൈപ്പുള്ള അനുഭവങ്ങൾ, ദുരനുഭവങ്ങൾ തൻ്റെ കളറുമായി ബന്ധപ്പെട്ട് പലയിടത്തു നിന്നും പല ആൾക്കാരിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് ഇയാൾക്കുണ്ട്. സോ ഹി മേക്സ് എ ടെലിഫോൺ കോൾ ടു ദ ലാൻഡ് ലേഡി ഫ്രം എ പബ്ലിക് ടെലിഫോൺ ബൂത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഒരു ടെലിഫോൺ ബൂത്തിൽ നിന്നാണ് കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ടെലിഫോൺ ബൂത്തിൽ നിന്നും ഈ ഒരു വൈറ്റ് ലാൻഡ് ലേഡിയെ അതിൻ്റെ ഒരു നിജസ്ഥിതി അറിയുന്നതിന് വേണ്ടിയിട്ട് റൂം കിട്ടുമോ ഇല്ലയോ, തൻ്റെ കളർ ഇങ്ങനെയാണ്, റൂം കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫോൺ ചെയ്യുകയാണ്. ഹി ടെൽസ് ദ ലേഡി ദാറ്റ് ഹി ഈസ് ബ്ലാക്ക് മാൻ. അപ്പോൾ ഇയാൾ അങ്ങോട്ടേക്ക് പറയുന്നുണ്ട് താനൊരു ബ്ലാക്ക് മാൻ ആണ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ആസ്ക് ഇഫ് ഇറ്റ് ഈസ് അക്സെപ്റ്റബിൾ, അത് അക്സെപ്റ്റബിൾ ആണല്ലോ അല്ലേ എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. അപ്പോൾ കാരണം അഡ്വർടൈസ്മെൻറ്റിൽ അങ്ങനെയാണ് കണ്ടത്. ദ ലേഡി ഹെസിറ്റേറ്റ്സ് ഫോർ എ വൈൽ. പക്ഷേ ഈ ഹെസിറ്റേറ്റ് എന്ന് പറയുമ്പോൾ നിരസിക്കുക, നീരസം കാണിക്കുക. ഇദ്ദേഹത്തിൻ്റെ കളർ ഇതാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ആ ലേഡി ഒരു നീരസം കാണിക്കുകയാണ്. ഷീ വാണ്ട്സ് ടു നോ ഇഫ് ഹി ഈസ് കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഓർ ഹാഫ് ബ്ലാക്ക്. അപ്പോൾ ആ പെണ്ണിന് അറിയേണ്ടത് എന്താണ്, പിന്നീട് അറിയേണ്ടിയിരുന്നത് കറുപ്പ് എന്ന് പറയുമ്പോൾ എത്രത്തോളം കറുപ്പാണ് എന്നാണ് ചോദിക്കുന്നത്. ഹാഫ് ബ്ലാക്ക് ആണോ എന്ന് ചോദിക്കുകയാണ്. സോ അത് കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആണോ അതോ ഹാഫ് ബ്ലാക്ക് ആണോ നിങ്ങൾ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നോക്കുക എത്രത്തോളം ഈ ഒരു പറയുന്ന റേസിസം അല്ലെങ്കിൽ കളർ എന്ന് പറയുന്ന സംഭവം ഈ ഒരു ലാൻഡ് ലേഡിയുടെ മനസ്സിൽ അടിയുറച്ചിട്ടുണ്ട് എന്നുള്ളത്. വെൻ ദ മാൻ സേസ് ദാറ്റ് ഹി ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ബ്ലാക്ക് ബിക്കോസ് ഹിസ് പാംസ് ആൻഡ് സോൾസ് ആർ വൈറ്റ്. സോ ആ ഒരു ലാൻഡ് ലേഡി ഈ രീതിയിൽ ചോദിച്ചപ്പോൾ ഇദ്ദേഹം കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത് വെൻ ദ മാൻ സേസ് ദാറ്റ് ഹി ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ബ്ലാക്ക്, അദ്ദേഹം പറയുകയാണ് ഞാൻ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഒന്നുമല്ല, എൻ്റെ ഉള്ളം കൈ പാംസ് അതുപോലെ തന്നെ സോൾസ് കാലിൻ്റെ മടമ്പിൻ്റെ അവിടെയൊക്കെ വെള്ളയാണ് എന്ന് ഒരു കൗണ്ടർ കൊടുക്കുകയാണ്. ഒരു പരിഹാസ രൂപേണ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊട്ടസ്റ്റാണ്. ആ ഒരു രീതിയിൽ അദ്ദേഹം ഒരു മറുപടി കൊടുക്കുകയാണ്. കാരണം അത്ര അധികം അപമാനിതനായിട്ട് നിൽക്കണം അദ്ദേഹം. ദ ലേഡി ഗോസ് സൈലൻറ്റ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആ ലേഡി സൈലൻ്റായി ആൻഡ് ഹാങ്സ് ദ ഫോൺ ഈവൻ ദോ ദ മാൻ പ്ലീഡ്സ് വിത്ത് ഹെർ ടു അറ്റ് ലീസ്റ്റ് മീറ്റ് ഹിം ഇൻ പ്രിസൺ ടു സീ ഫോർ ഹെർസെൽഫ് ഇഫ് ഹി ഈസ് ടോട്ടലി ബ്ലാക്ക്. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇത് ഏറ്റവും നല്ലത്, ഇറ്റ്സ് ബെറ്റർ ടു മീറ്റ്, നമ്മൾ കണ്ടുമുട്ടുന്നതാണ് നല്ലത്, കണ്ടുമുട്ടുന്നതാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ. ഈ ഫോണിലൂടെ ഈ ഒരു കോൺവെർസേഷനേക്കാട്ടിലും നല്ലത് നമ്മൾ മാഡം എന്നെ കാണുന്നതായിരിക്കും നല്ലത് എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയാണ്. ദ പോം ഷോസ് ഹൗ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ പ്രിവൈൽസ് ഹിഡൻ ഇൻ ദ ഹാർട്ട്സ് ഓഫ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഈ ഒരു കവിത എന്ന് പറയുന്നത് ഈ ഒരു പറയുന്ന റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എത്രത്തോളം അത് ഉണ്ട് ഇപ്പോഴും പല ആൾക്കാരുടെയും ഹൃദയങ്ങളിൽ എത്രത്തോളം മറഞ്ഞു കിടപ്പുണ്ട് ഈ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ ഒരു കവിത. ഈവൻ ദോ ദർ ആർ ലോസ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇൻ ദ കൺട്രി. സോ ഡിസ്ക്രിമിനേഷനെതിരെ ഒരുപാട് നിയമങ്ങൾ ഓരോ രാജ്യത്തും ഉണ്ടായിട്ട് പോലും ദ ബിക്കെയിം ഇൻഎഫക്റ്റീവ്. അതൊക്കെ ഇൻഎഫക്റ്റീവാണ്. കാരണം ഇഫ് ഇൻഡിവിജ്വൽസ് ഡു നോട്ട് ചേഞ്ച് ദെയർ മൈൻഡ് സെറ്റ്, കാരണം അത് ആദ്യം ചേഞ്ച് വേണ്ടത് എവിടെയാണ്, ഇൻഡിവിജ്വൽ മൈൻഡിലാണ്. അപ്പോൾ അവരുടെ മൈൻഡ് സെറ്റാണ് ആദ്യം മാറേണ്ടത്. അല്ലാതെ കുറേ നിയമങ്ങളോ കുറേ ശിക്ഷകളോ ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. മൈൻഡ് സെറ്റാണ് ആദ്യം മാറേണ്ടത്, മനസ്സാണ് ആദ്യം മാറേണ്ടത്. ദ ലാൻഡ് ലേഡി ഷോസ് ഡബിൾ സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഈ ഒരു ഡബിൾ സ്റ്റാൻഡാണ് ഈ പറയുന്ന ലാൻഡ് ലേഡി കാണിക്കുന്നത്. ഷീ പ്രസൻസ് ആൻ ഓപ്പൺ മൈൻഡഡ് ഫ്രണ്ട് ബട്ട് ഹെർ ഹെസിറ്റേഷൻ സജസ്റ്റ് അണ്ടർലൈങ് ബയാസസ്. അപ്പോൾ ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടൊക്കെ അല്ലെങ്കിൽ ഒരു ആഡ് കൊടുത്ത സമയത്ത് റേഷ്യൽ പ്രോബ്ലം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ബ്ലാക്ക് അതുപോലെ തന്നെ വൈറ്റ് ആർക്ക് വേണമെങ്കിലും വരാമെന്നുള്ള രീതിയിലൊക്കെ ഒരു ആഡ് കൊടുത്തിട്ട് പോലും അതൊരു ബ്ലാക്ക് മാൻ ഈ ഒരു ആഡ് കണ്ട് റൂമിന് വേണ്ടിയിട്ട് വിളിക്കുന്ന സമയത്ത് എത്രത്തോളം നിങ്ങൾ കറുപ്പാണ് എന്ന് ചോദിക്കുമ്പോൾ അത് ആ ഒരു ലേഡിയുടെ ഒരു ബയാസ് അല്ലെങ്കിൽ അവരുടെ ഒരു ഹാർട്ട് ഈ പറയുന്ന ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റിനെയാണ് അത് കാണിക്കുന്നത്. ദ പോം ആൾസോ ക്യാപ്ചേഴ്സ് ദ ഫ്രസ്ട്രേഷൻ ഓഫ് ദ ബ്ലാക്ക് മാൻ. അതോടൊപ്പം തന്നെ ഈ കവിതയിൽ ഈ പറയുന്ന കറുത്ത വർഗ്ഗക്കാരൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊട്ടസ്റ്റ് കൂടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. കാരണം ആ രീതിയിലാണല്ലോ അദ്ദേഹം മറുപടി കൊടുക്കുന്നത്. അപ്പോൾ അതിനൊരു ആ രീതിയിൽ നമുക്ക് വായിക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ കൂടി ഈ കവിതയിൽ കാണിക്കുന്നുണ്ട്. ഹി ഈസ് ആംഗേർഡ് ബൈ ദ ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഓഫ് സച്ച് ഇൻഡിവിജ്വൽസ് ആസ് ദ ലാൻഡ് ലേഡി.
First, he is angry over the lady's questions about his exact shade of color. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സാക്റ്റ് കളർ, അതിൻ്റെ ഷെയ്ഡ് എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ അത് കാണിക്കാനായിട്ട് ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ദെൻ ഹീ ബിക്കംസ് എൻഡ്രാഗ്ഡ് ആൻഡ് സീസ് റെഡ് ആൾ ഓവർ. അതായത് അദ്ദേഹം ചുറ്റിലും റെഡാണ് കാണുന്നത്. ഈ കവിതയിൽ വരികളിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാം അദ്ദേഹം ഈ ഒരു ക്വസ്റ്റ്യൻ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ദേഷ്യം കാണിക്കാനായിട്ട് ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ചുറ്റിലും നോക്കുന്ന സമയത്ത് കാണുന്നതൊക്കെ റെഡ് കളറാണ്. അതായത് എക്സാമ്പിൾ റെഡ് ബൂത്ത്, റെഡ് പില്ലർ ബോക്സ്, റെഡ് ഡബിൾ ടയേർഡ് ഒംനിബസ്, സ്ക്വേച്ചിങ് ടാർ. അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ദേഷ്യം കാണിക്കാനാണ് ഒരു റെഡ് കളർ അവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. At the end of the telephone conversation, he is found pleading with the landlady to consider him. ഇപ്പോൾ ഈ ഒരു കവിതയുടെ അവസാനത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാം ഇദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇദ്ദേഹം പിന്നെ പ്ലീഡിങ് ചെയ്യുകയാണ്. അദ്ദേഹം ഒന്ന് നേരിൽ കാണുന്നതായിരിക്കും നന്നാവുക എന്നുള്ള രീതിയിൽ. ഇനി ഇതിൻ്റെ കീ പോയിൻറ്റ്സുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റേസിസം ആൻഡ് പ്രെജുഡൈസ് ഇതിലൊരു തീമായിട്ട് അല്ലെങ്കിൽ കീ പോയിൻ്റായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ദ പോം ഷോ കേസസ് ദ പെർവാസീവ് നേച്ചർ ഓഫ് റേസിസം ഇൻ എവറി ഡേ സിറ്റുവേഷൻസ് ലൈക്ക് റെൻറ്റിംഗ് ആൻ അപ്പാർട്ട്മെൻറ്റ്. അതുപോലെ തന്നെ സൊസൈറ്റൽ എക്സ്പെക്റ്റേഷൻസ്, ദ ലാൻഡ് ലേഡീസ് എക്സ്പെക്റ്റേഷൻസ് ആൻഡ് ബയാസസ് റിഫ്ലക്ട് ദ സൊസൈറ്റൽ നോംസ് ദാറ്റ് പെർപെച്വേറ്റ് റേസിസം. അതുപോലെ തന്നെ ഐറണി ആൻഡ് സറ്റയർ. അപ്പോൾ ഈ ഒരു കവിത എന്ന് പറയുന്നത് ഐറണി അതല്ലെങ്കിൽ സറ്റയർ, ആക്ഷേപഹാസ്യമായിട്ട് നമുക്ക് ഉൾപ്പെടുത്താം. കാരണം ഇദ്ദേഹം പറയുന്ന മറുപടി, ഈ ഒരു ചോദ്യം അഭിമുഖീകരിക്കേണ്ടി വന്ന ഇദ്ദേഹം കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു സറ്റയറാണ്, ആക്ഷേപഹാസ്യമാണ്. ഞാൻ കംപ്ലീറ്റ്ലി കറുപ്പൊന്നുമല്ല, എൻ്റെ കൈയിൻ്റെ ഉള്ളം കൈ പിന്നെ വെളുത്തിട്ടാണെന്നൊക്കെ പറയുമ്പോൾ അതൊരു ആക്ഷേപഹാസ്യം, ഒരു സറ്റയർ ഗണത്തിൽ നമുക്ക് പെടുത്താം. സോയിങ്ക യൂസസ് ഐറണി ആൻഡ് സറ്റയർ ടു ക്രിട്ടിക് സൊസൈറ്റൽ കൺസ്ട്രക്ട്സ് ഓഫ് റേസ് ആൻഡ് ഹൈലൈറ്റ് ദി അബ്സേർഡിറ്റി ഓഫ് ഡിസ്ക്രിമിനേഷൻ. സോ ഈ കവിതയുടെ കൂടെ തന്നെ ഈ പറയുന്ന 3 മേജർ പോയിൻറ്റ്സുകൾ കൂടി കീ പോയിൻറ്റുകളായിട്ട് മൈൻഡിൽ ഓർത്ത് വയ്ക്കുക. റേസിസം ആൻഡ് പ്രെജുഡൈസ്, സൊസൈറ്റൽ എക്സ്പെക്റ്റേഷൻസ്, അതുപോലെ തന്നെ ഐറണി ആൻഡ് സറ്റയർ. സോ സ്റ്റുഡൻസ്, ഇൻ ഷോർട്ട്, ചുരുക്കത്തിൽ ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കവിത എന്ന് പറയുന്നത് കളർ സെഗ്രിഗേഷൻ, അതൊരാളിൽ ആ ഒരു വിക്റ്റിമിൽ ഉണ്ടാക്കുന്ന ആ ഒരു എഫക്റ്റ്, ആ ഒരു മെൻ്റൽ ട്രോമ, ആ ഒരു മാനസികാവസ്ഥ, അതൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ചിത്രീകരിച്ച് വെച്ചിട്ടുള്ള ഒരു മനോഹരമായുള്ളൊരു കവിതയാണ് ടെലിഫോൺ കോൺവെർസേഷൻ എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കളർ സെഗ്രിഗേഷൻ അതല്ലെങ്കിൽ റേഷ്യൽ ഇൻജസ്റ്റിസ് ഇതൊക്കെയാണ് ഇതിൻ്റെ തീമായിട്ട് വരുന്നത്. സോ സ്റ്റുഡൻസ്, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. എനിവേ, ബൈ ഓൾ. Thank you.